SD ഇൻഡെക്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കർട്ടൻ തയ്ക്കുന്ന ഒരു വീഡിയോയാണ്. ഐലറ്റ് കർട്ടൻ. കർട്ടൻ നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ കർട്ടനിൽ തുണി കൊണ്ടുള്ള കർട്ടൻ പല രീതിയിലും ചെയ്യാം. ഐലറ്റ്സ് കർട്ടനുണ്ട്, പ്ലീറ്റഡ് കർട്ടനുണ്ട്, ഡിസൈൻ കർട്ടനുകളുണ്ട്. പ്ലീറ്റഡ് കർട്ടനിൽ തന്നെ ഒരുപാട് മോഡലുകളുണ്ട്. അപ്പോൾ ഇതിൽ ഐലറ്റ് കൊണ്ടുള്ള കർട്ടനാണ് ഇന്ന് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കൈകാര്യം ചെയ്യാനും എടുക്കാനും ഒക്കെ നല്ല എളുപ്പമുണ്ട് പൈപ്പിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കർട്ടന് കുറിച്ച് ഞാനിന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇത് പുതുതായിട്ട് അല്ലെങ്കിൽ ഈ തയ്യൽ അറിഞ്ഞുകൂടാത്തവർക്ക് ചിലർ വിചാരിക്കും ഞാൻ എന്തിനീ ഈ വീഡിയോ കാണണം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഒരു കർട്ടൻ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ആ കർട്ടനുകളെക്കുറിച്ചുള്ള കുറച്ച് കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയിരുന്നാൽ നല്ല രീതിയിലുള്ള കർട്ടനുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വീഡിയോ മൊത്തമായും, അതായത് അവസാനം വരെ കാണുക. ഇനി കർട്ടനുകളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഇന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാ വീടുകളുടെയും ജനലുകളെന്ന് പറയുന്നത് സാധാരണയായി 2 പാളി, 3 പാളി, 4 പാളി ഈ രീതിയിലാണ് നമ്മളെ ജനലുകളെല്ലാം വരുന്നത്. അതിൽ 4 പാളി ജനൽ കുറച്ച് ഇറക്കം കൂടിയ ജനലും കൂടെ വരുന്നത് ഫ്രഞ്ച് വിൻഡോ എന്ന് പറയും. അപ്പോൾ ഇതിലെല്ലാം തുണി എടുക്കുന്നതിന് അതിനൊരു കോമൺ അളവുണ്ട്. അപ്പോൾ സിംഗിൾ പാളി, ഒരു പാളിക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന കർട്ടൻ തുണികളെന്ന് പറഞ്ഞാൽ 1,20 വീതിയാണ്. 1 മീറ്റർ 20 സെൻറ്റിമീറ്ററും വീതിയുള്ള തുണിയിൽ നിന്നാണ് നമ്മൾ ആവശ്യത്തിന് മുറിച്ചു കൊടുക്കുന്നത്. 1,20 കൂടുതലുള്ള 1.5 മീറ്റർ വീതിയിലുള്ള തുണികളും ഇന്ന് മാർക്കറ്റിൽ കിട്ടും. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ കർട്ടൻ ക്ലോത്തിൽ 1,20 തുണിയാണ് നമുക്ക് കോമണായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത്, ഒരു പാളിക്ക് നമുക്ക് 1,20ൻ്റെ ഒരു വീതി വേണം. അങ്ങനെയാണെങ്കിൽ 2 പാളിക്ക് 1,20ൻ്റെ 2 പീസ് വേണം. 3 പാളിക്ക് അങ്ങനെയാണെങ്കിൽ 3 പീസ് വേണം. 4 പാളിക്ക് 4 പീസ് വേണം. അങ്ങനെയാണ് പ്ലീറ്റിന് നമ്മൾ കണക്കാക്കുന്നത്. ഇനി പ്ലീറ്റ് ആവശ്യം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ തുണി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു നോർമൽ അളവ് നല്ല രീതിയിൽ കാണാൻ ഭംഗിയുള്ളൊരു കർട്ടൻ നമുക്ക് ഞാൻ പറഞ്ഞ അളവിൽ കിട്ടുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ആ 1,20 തുണി വീതിയുള്ള തുണി കർട്ടനാക്കുന്ന ഒരു 3 പാളി ജനലിൻ്റെ കർട്ടൻ, അത് 2 കളറാണ്. മധ്യഭാഗത്ത് വേറൊരു കളറും. അപ്പോൾ ആ കളറിനെ നിങ്ങൾ ആദ്യം വീഡിയോയിൽ കണ്ടു കാണും. അതേ മോഡലിൽ നമുക്ക് തയ്ക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള മെറ്റീരിയലുകൾ നിങ്ങൾ തയ്ക്കാൻ ആവശ്യമുള്ളവർക്ക് നിങ്ങൾ അടുത്തുള്ള കർട്ടൻ കടകളിൽ കിട്ടുന്നതാണ്. ഇനി അഥവാ വേണമെന്നുള്ളവർക്ക് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ആമസോണിൽ അതിൽ കിട്ടുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ബ്ലൈൻഡ്സുകൾ കർട്ടനുണ്ട്. ആ കർട്ടനുകളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അത് കാണുക. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വീഡിയോയിലൊന്ന് കാണാം. കർട്ടൻ തയ്ക്കാനുള്ള തുണികളാണ്. ഓരോ കളറിലും 2 കളർ മിക്സ് ചെയ്താണ് ഈ കർട്ടൻ തയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കർട്ടൻ അടിക്കാനുള്ള ഐലറ്റ്സിൻ്റെ റോളാണിത്. ഇത് നമുക്ക് കർട്ടൻ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. ഇതൊരു 50 മീറ്റർ അടങ്ങുന്ന റോളായിട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അത് തന്നെ എടുക്കുകയാണ്. ഇതാണ് ഐലറ്റ്സിൻ്റെ ഹോളുള്ള റോള്. ഇതാണ് നമ്മൾ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ തുണിയെ ഒന്ന് പരിചയപ്പെടാം. തുണി എൻ്റെ കർട്ടൻ്റെ അളവെന്ന് പറയുന്നത് 2 മീറ്റർ ലെങ്താണ്. 2 മീറ്റർ ലെങ്തുള്ള കർട്ടൻ നമ്മൾ 3 പാളിയുടെ കർട്ടനാണ് എടുക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ വെട്ടിയിരിക്കുന്ന തുണിയാണ് ഇതിൻ്റെ 1, 2 പീസും പിന്നെ ഈ കളറിൽ 1 പീസും. ഈ 1 പീസിന് നേരെ 2ആയിട്ട് വീണ്ടും മുറിച്ചിട്ടുണ്ട്. കാരണം ഇത് അപ്പുറവും ഇപ്പുറവും ജോയിൻ്റ് ചെയ്യാനാണ്. ഈ ഒരു കളറിൻ്റെ ഒരു സൈഡിൽ ഒരെണ്ണം, ഈ ഒരു കളറിൻ്റെ ഒരു സൈഡിൽ ഒരെണ്ണം.
അങ്ങനെ 2 കളറായിട്ടാണ് ഈ കർട്ടൻ ഞാൻ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ തുണി ഒന്ന് അളന്ന് കാണിക്കാം. 2 മീറ്റർ റെഡി അളവ് നമുക്ക് കർട്ടൻ സ്റ്റിച്ച് ചെയ്ത് ഹാങ് ചെയ്യുമ്പോൾ കിട്ടണം. അപ്പോൾ അതിന് ഞാൻ തുണി എടുത്തേക്കുന്നത് 2.25 അപ്പോൾ 25 സെൻറ്റിമീറ്ററിൻ്റെ അധികം ആവശ്യമില്ല, ഞാൻ അധികം ഇട്ടതാണ്. അപ്പം നമുക്ക് ബാലൻസ് വരുന്നത് നമുക്ക് അളവ് കറക്റ്റാക്കി നമുക്ക് അവസാനം മടക്കി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇട്ടേക്കുന്നത്. ശരിക്കും 15 സെൻറ്റിമീറ്റർ അധികം ഇട്ടാൽ മതി. ബോട്ടം, അതായത് കർട്ടൻ്റെ അടിഭാഗം നമുക്ക് 10 സെൻറ്റിമീറ്റർ ഒരു 2 സെൻറ്റിമീറ്റർ അകത്തും മടക്കി ഈ അളവ് കിട്ടും. അപ്പോൾ അവിടെ 12 സെൻറ്റിമീറ്റർ, മുകളറ്റത്ത് ഒരു 3 സെൻറ്റിമീറ്റർ നമുക്ക് മടക്കി വയ്ക്കാനും. അങ്ങനെയാണ് 15 സെൻറ്റിമീറ്റർ. നമ്മൾ ആദ്യമായിട്ട് തയ്ക്കുന്നവർ 20 സെൻറ്റിമീറ്റർ ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ 2.20 ഇതിൻ്റെ അളവ്. ഞാൻ ഒരിക്കൽ കൂടെ അളന്ന് കാണിച്ചു തരാം. ഞാൻ 2.20 ഞാൻ കട്ട് ചെയ്തത്. കാരണം തുണിയുടെ ക്രോസ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അധികം വരും. നമുക്ക് കുറഞ്ഞു പോകുന്നതിനെക്കാട്ടി നല്ലത് അധികം വരുന്നതാണ് നല്ലത്. 5 സെൻറ്റിമീറ്റർ, ഇത് 2.20 ഉണ്ട്. അപ്പോൾ 2.20 വന്നു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം നമുക്ക് മടക്കി വെച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഇത് നമ്മുടെ തുണിയുടെ ഒരു ഫുൾ പീസാണ്. ഇത് നമ്മുടെ ഡിസൈൻ അടിക്കാനുള്ള ഒരു തുണിയെ 2 ആക്കിയതിൻ്റെ ഒരു പീസാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ പകുതിയുള്ള പീസാണിത്. അപ്പോൾ അതിനെ നമ്മൾ ഒരു സൈഡിൽ ഇതേപോലെ ജോയിൻ ചെയ്യണം. അതേപോലെ 2 തുണിയും നമ്മൾ ജോയിൻ ചെയ്യണം. ഒരു തുണി ഇതാണ്, അതിൻ്റെ അര പീസ് ഇതാണ്. ഞാനിതിനെ വിരിച്ചിട്ടുണ്ട്. ഇതുപോലെ ജോഡി വേണം നമ്മൾ തയ്ക്കാൻ. ഇതും കൂടെ ചേർത്ത് തയ്ക്കണം. അതുപോലെ അതിൻ്റെ ജോഡിയായിട്ട് നമ്മളിതിനെ ഇവിടെ സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ നീളത്തിന് സ്റ്റിച്ച് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ എടുക്കുന്ന തുണിയുടെ ഡിസൈൻ നോക്കണം. ഫ്ലവർ ആണെങ്കിൽ ആ ഫ്ലവർ മുകൾ വരുന്ന രീതിയിൽ, അപ്പോൾ അതിൻ്റെ ഡിസൈൻസ് ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്ത് തരണം. അപ്പോൾ ഇതാണ് അടിഭാഗം. അപ്പം ഇതിനെ ജോഡിയായിട്ട് തന്നെ തയ്ച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ കർട്ടൻ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതിനെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതേപോലെ ജോഡിയാണ് നമ്മൾ തയ്ക്കേണ്ടത്. നമ്മൾ 2 മീറ്റർ ഇറക്കാനുള്ള കർട്ടൻ തയ്ക്കുകയാണ്. അതിൻ്റെ തുണിയെ ജോഡിയായിട്ടിട്ടേക്കുകയാണ്. അപ്പോൾ ഇത് വലിയ പീസ്, അതിനകത്ത് കളർ വ്യത്യാസത്തിന് നമ്മൾ അര പീസ് 2 പീസ് ജോഡിയായിട്ട് വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഐലറ്റ് നമുക്ക് ഇതിനകത്ത് വയ്ക്കാനുള്ള അളവെടുക്കാം. ഇത് ഇരട്ട അക്കം വരുന്ന രീതിയിലേ നമ്മൾ ഇതിനകത്ത് എടുക്കാവുള്ളൂ. 2, 4, 6, 8, 10, 12, ഇത് 13 എടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് വെച്ച് നോക്കാം. ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ സൈഡ് നമുക്ക് മടക്കി അടിക്കേണ്ടതുണ്ട്. നമുക്കിത്ര ആവശ്യത്തിന് ഇത്ര വേണമെങ്കിൽ നമുക്ക് മടക്കി അടിക്കാം. അതുപോലെ തന്നെ മറു സൈഡ് മടക്കാനുണ്ട്. നമ്മൾ ഇതൊന്ന് വെച്ച് നോക്കുക. ഇത് മുറിക്കാനുള്ളത് ഈ 2 ഹോളിൻ്റെ മധ്യഭാഗം കണക്കാക്കി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്ത ടേപ്പാണ്. നമ്മൾ ഇത്ര അകലം അധികം വിട്ടതിന് ശേഷം നമുക്ക് ഇതെവിടം വരെ അളവ് നിൽക്കുന്നെന്നുള്ളതൊന്ന് നോക്കാം. ഇതാ നമ്മൾ 13 എടുത്തതിൻ്റെ ഒരെണ്ണം കഴിച്ചിട്ട് 12 നിൽക്കുകയാണ്. അപ്പം നമുക്കിത് ഇത്രയും മടക്കി അടിക്കാൻ എടുക്കാം. 12 വീതം നമുക്ക് ഉള്ള ടേപ്പിളായിട്ട് മുറിക്കാൻ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ 2 അരികും കൂടെ നമ്മൾ മടക്കി അടിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഈ കട്ടൻ്റെ ഇതിൻ്റെ മറു സൈഡും ഇതിൻ്റെ മറു സൈഡും. ഇനി മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് ഈ ടേപ്പ് വയ്ക്കുന്ന മെത്തേഡ് കാണിച്ചു തരാം.
നമ്മൾ അതിൻ്റെ സെൻറ്ററും സൈഡും എല്ലാം തച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്യുന്ന രീതിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കർട്ടനിൽ ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ അയൺ ചെയ്താലേ പറ്റൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ കൂടെ നോക്കണം. ഫ്ലവർ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ടേപ്പ് വയ്ക്കേണ്ടതാണ്, നമ്മൾ ഈ ഭാഗത്ത് വയ്ക്കണം. ഇനി ഈ ജോയിൻ്റ് നമ്മൾ മടക്കി നിവർത്ത് വെച്ചാണ് നമുക്ക് അയൺ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ജോയിൻ്റ് അരികിന് കട്ടി കൂടുതലാണ്. അപ്പോൾ അവിടെ ഒന്ന് കട്ട് ചെയ്ത് വിടേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് 2 തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് വിടണം. ഇനി ഇതിനെ നമുക്ക് പിൻ ചെയ്ത് വെക്കണം. ഇതിനൊക്കെ നമ്മൾ ടേബിളിൽ നിവർത്തിയിട്ടിട്ട് ഒരു സൈഡ് പിൻ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മറു സൈഡും കൂടെ നല്ലപോലെ വലിച്ച് വെച്ച് തേക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു പിൻ ചെയ്യണം. സൂചി എടുത്ത് ഇതുപോലെ കുത്തി വയ്ക്കണം. അപ്പോൾ നല്ലപോലെ ടെമ്പറായിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ തേക്കാൻ പോകുന്നത്. നമ്മൾ അയൺ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പ് ഭാഗം, നമുക്ക് ടേപ്പ് വയ്ക്കേണ്ട ഭാഗം കൂടെ നമ്മൾ 3 സെൻറ്റിമീറ്റർ മടക്കി നന്നായിട്ടൊന്ന് അയൺ ചെയ്തേക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ടേപ്പ് വെച്ച് തയ്ക്കുന്ന രീതി നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ടേപ്പ് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് ടോപ്പ് ഭാഗത്തുനിന്ന് ഒരു 1/2 സെൻറ്റിമീറ്റർ താഴോട്ട് ഇറക്കി വെച്ച് ടേപ്പ് വയ്ക്കണം. എന്നതിന് ശേഷം അത് അതിനകത്ത് വെച്ച് തച്ച് പതിപ്പിച്ച് വയ്ക്കണം. അത്രയേ ഉള്ളൂ ടേപ്പ് വയ്ക്കുന്ന രീതി. ഇതിൻ്റെ ഇതുപോലെ തന്നെ മറുസ്ഥലത്ത് ചെയ്തതുപോലെ തന്നെ ഈ സൈഡും കൂടെ ചെയ്യണം. ടേപ്പ് തച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിൻ്റെ മറുഭാഗത്ത് ബോട്ടം ഭാഗത്ത് നമുക്ക് മടക്കി തയ്ക്കണം. അപ്പോൾ അവിടെ ഇനി അളവ് പിടിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റ് കർട്ടന് വേണ്ട ലെങ്ത് 2 മീറ്ററാണ്. അപ്പോൾ ആ 2 മീറ്റർ മാർക്ക് ചെയ്ത് അതിനകത്ത് നമ്മൾ അളവെടുക്കുന്ന രംഗമാണ് ഇനി നമ്മൾ കാണിക്കുന്നത്. നമ്മൾ മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഇറക്കാൻ 2 മീറ്ററാണ്. ആ 2 മീറ്ററിലൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം മടക്കി വയ്ക്കാനുള്ള 10 സെൻറ്റിമീറ്റർ, ആ 10 സെൻറ്റിമീറ്ററും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ കർട്ടൻ്റെ 2 സൈഡിൽ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും 2 അറ്റത്തും നമ്മളിത് കണക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്കത് മടക്കി വെച്ച് അയൺ ചെയ്യണം. നമ്മൾ ഈ സൈഡ് മാർക്ക് ചെയ്യുകയാണ്. ഇനി നമ്മൾ മടക്കി വെച്ച് അയൺ ചെയ്യുകയാണ്. അപ്പോൾ അതിന് ആ മാർക്ക് നോക്കണം. നമ്മൾ 2 മീറ്റർ റെഡി മാർക്ക് ചെയ്തേക്കുന്ന അളവിൽ കറക്റ്റ് വെച്ച് അയൺ ചെയ്യുന്നു. എന്നിട്ട് 10 സെൻറ്റിമീറ്റർ കൂടെ മടക്കി വയ്ക്കുന്നത് അയൺ ചെയ്യുന്നു.
നമ്മൾ കർട്ടൻ രണ്ടും തച്ചു അതിനകത്ത് ടേപ്പെല്ലാം വെച്ചു. ഇനി നമുക്കിതിനകത്ത് ഐലറ്റ്സിൻ്റെ ഹോള് ഇടണം. അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കത്രിയെടുത്ത് ആ ഹോളിൻ്റെ ആ തുണിയും കട്ട് ചെയ്ത് കളയുക. ഇനി നമ്മൾ ഐലറ്റ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഐലറ്റാണ്. നമുക്ക് 100 എണ്ണം വീതമുള്ള പാക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടും. കർട്ടൻ കടകളിലെല്ലാം കിട്ടും. അതിൻ്റെ ലോക്കിനും ഐലറ്റിനും കൂടി ഏതാണ്ട് 3.5 രൂപ വിലയുള്ളതാണ്. ഇത് പല വിലയ്ക്കും കിട്ടുന്നതുണ്ട്. വില കുറഞ്ഞതും കൂടിയതും എല്ലാം ഉണ്ട്. നമുക്കതൊന്ന് ഫിറ്റ് ചെയ്യാം. പ്ലാസ്റ്റിക്കാണ് ഈ മെറ്റീരിയൽ. അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഹോളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഐലറ്റ്സ് മൊത്തം ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഐലറ്റ്സും എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞൊക്കെയാണ്. ഇനി നമുക്ക് കർട്ടൻ നമുക്ക് പൈപ്പിനകത്ത് ഹാങ് ചെയ്യുന്നതാണ് ഇനിയുള്ളത്. ബാക്കി പണികളെല്ലാം കഴിഞ്ഞു. ഇനി കർട്ടൻ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കാണാം.